ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഷിഫോൺ അല്ല, ഒരു നല്ലൊരു ഒഴുകി നടക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതേപോലത്തെ മെറ്റീരിയലാകുമ്പോൾ നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഷിഫോണിൽ ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രഞ്ചീസ് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 40 ഇഞ്ചും വീതി വരുന്നത് 4 ഇഞ്ചുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു മീഡിയം സൈസ് സ്ക്രഞ്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്മോൾ സൈസും ലാർജ് സൈസും ഒക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇത് മീഡിയം സൈസായിട്ട് വരുന്നൊരു സ്ക്രഞ്ചീസിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ നല്ല വശം വെക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു തറ്റ വെച്ചിട്ട് നമുക്കിത് തയ്ച്ചു കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കാം. ഇതിന് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രഞ്ചീസ് വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാന മാർഗവുമാണ്. അപ്പം ഇത് എങ്ങനെയാണെന്ന് സിമ്പിളാണ് കേട്ടോ നമുക്ക് തയ്ക്കാനൊക്കെ. ഇത് തയ്ച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മൾ തയ്ച്ച ഭാഗം ഇതേപോലെ വെക്കുക. എന്നിട്ട് മടക്കുക. ഉള്ളിലായിട്ട് മടക്കിയതിന് ശേഷം പുറമേ വരുന്ന പീസ് ഇതേപോലെ ഒന്നിച്ച് വെക്കുക. ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വെച്ച് തയ്ച്ചു കൊടുക്കണം. ഇതേപോലെ 1/2 ഇഞ്ച് വെച്ച് തയ്ച്ചു കൊടുക്കുക. ഇതേപോലെ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ അതിൻ്റെ എൻഡായി. അപ്പോൾ എൻഡായതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് പിടിച്ച് വലിച്ച ഉള്ളിലുള്ള പീസ് പുറത്തേക്ക് വരും. ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ച് വെക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള പീസ് പുറത്തേക്ക് വരും. എന്നിട്ട് അത് തറ്റ വെച്ച് തയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് വരുന്ന ക്ലോത്തില്ലേ, അതിന് 2 സൈഡിലാക്കി കൊടുത്ത് സ്റ്റിച്ച് സെൻറ്ററിലാക്കി വെക്കണം. എന്നിട്ട് വേണം തയ്ക്കാൻ. ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ എൻഡാകുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു ഹോൾ കൊടുക്കുക, സ്റ്റിച്ച് ഇല്ലാതെ കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇതേപോലെ മറിച്ചിടുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെത്തേക്ക് എലാസ്റ്റിക്കാണ് വേണ്ടത്. ഇത് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന എലാസ്റ്റിക് തന്നെയാണ്, ഒരു റൗണ്ട് ടൈപ്പ് വരുന്നത്. അതൊരു 8 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇതേപോലെ പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഈ ഒരു എലാസ്റ്റിക് നമുക്ക് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കണം കേട്ടോ. നമ്മൾ പിടിച്ച് വലിച്ചാലൊന്നും അയഞ്ഞ് വരരുത്. അങ്ങനെ വേണം കെട്ടിക്കൊടുക്കുക. നമുക്കൊന്ന് പിടിച്ച് വലിച്ച് നോക്കുക അതിന് വരുമോ എന്നുള്ള. അങ്ങനെ വേണം നമ്മൾ കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഈ വരുന്ന നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ, അവിടെ നമ്മൾ കൈത്തുന്നാണ് കേട്ടോ തുന്നുന്നത്. നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ വേണം തുന്നിയെടുക്കാൻ. നമ്മൾ പുറത്ത് സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണരുത് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ ഇതേപോലെ നമുക്ക് തുന്നിയെടുക്കാം. ഇവിടെ മെഷീൻ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് പുറത്ത് കാണും. അതിനെക്കാട്ടും ബെറ്റർ നമുക്ക് ഇതേപോലെ തുന്നിയിട്ടെടുക്കുന്നതാണ്. സെയിം നൂല് തന്നെ എടുത്ത് തുന്നുകയാണെങ്കിൽ നല്ല ഭംഗിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഒന്നിച്ച് വെച്ചാൽ ആ ഒരു മടങ്ങി നിൽക്കുന്നതൊക്കെ ലെവലായിട്ട് ഇതേപോലെ കിട്ടും. അതുകൊണ്ട് നമ്മൾ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സെയിം ക്ലോത്തിൻ്റെ തന്നെ വേറൊരു കളറും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.